നമസ്കാരം, വെൽക്കം ടു യൂക്ലിഡ് സ്പേസി. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് വന്നത് ലോകചരിത്രം എന്ന ഭാഗത്ത് മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളാണ്. ഇത്തരത്തിൽ പഠിക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അതാകുമ്പോൾ ഇങ്ങനെ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമുള്ളത് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതേപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ പോയിന്റ്സ് ഞാൻ വായിക്കാം. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. രണ്ടാമത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടനാ പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. അടുത്തത്, 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരന്മേൽ ഒരു ചുങ്കം ചുമത്തി. അടുത്തത്, ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ഡൗൺ ഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. അപ്പോൾ ഇവിടെ 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ആ ശരിയായിട്ടുള്ള പോയിന്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയായിരുന്നു: ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടനാ പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. അപ്പോൾ ഇവിടെ തെറ്റാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ്താവന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തെറ്റാനായിട്ട് കാരണം. ഇനി അടുത്ത പോയിന്റ്, 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ചുങ്കം ചുമത്തി. അപ്പോൾ ഇത് ശരിയാണ്. ഇനി അടുത്തത്, ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ഡൗൺ ഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. അപ്പോൾ ഇതും ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ കൂടുതൽ പോയിന്റുകൾ നമുക്ക് നോക്കാം. എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നിയമങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നിയമങ്ങൾ വെച്ചാൽ മെർക്കന്റിലിസം പോലെയുള്ള നിയമങ്ങൾ, പഞ്ചസാര ആക്ട്, നാവിക നിയമം, ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടന പിതാക്കൾ എന്നറിയപ്പെട്ടു. അതുപോലെ ന്യൂ ഹാംഷെയർ, ന്യൂയോർക്ക്, മസാച്ചുസെറ്റ്സ്, കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ്, ന്യൂ ജേഴ്സി, പെൻസിൽവാനിയ, ഡെലവെയർ, മേരിലാൻഡ്, വെർജീനിയ, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ എന്നിവയായിരുന്നു ഈ കോളനികൾ. അപ്പോൾ ഈ പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലാണ് യൂറോപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങുന്നത്. അവനൊരു 18-ാം നൂറ്റാണ്ടായപ്പോൾ എന്ത് ചെയ്തു, കൂടുതൽ ആൾക്കാർ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു. എന്നിട്ടൊരു 13 കോളനികൾ അവിടെ സ്ഥാപിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഇവർ കുടിയേറി പാർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വിഭവങ്ങൾ കൈയടക്കുക എന്നായിരുന്നു. രണ്ടാമത്തത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനം. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഇവർ കുടിയേറി പാർക്കുന്നത്. അതിനെ കുടിയേറി പാർത്തത് അവർ കുടിയേറി പാർക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ കപ്പലിലാണ് പോയത്. അത് മെയ് ഫ്ലവർ എന്ന കപ്പലിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലണ്ടിലെ മഹാരാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടന പിതാക്കൾ എന്നറിയപ്പെട്ടു. അപ്പോൾ ഇവരെങ്ങനെ അറിയപ്പെട്ടു? തീർത്ഥാടന പിതാക്കൾ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ഇവിടെ നോക്കേണ്ട പോയിന്റ്, ഈ മെയ് ഫ്ലവർ എന്ന കപ്പൽ അത് ശ്രദ്ധിച്ച് വെക്കണം. അതുപോലെ തീർത്ഥാടന പിതാക്കൾ എന്നുള്ളത് ശ്രദ്ധിച്ച് വെക്കണം. പിന്നെ ഈ പറഞ്ഞ 17-ാം നൂറ്റാണ്ടിലാണ് ഇവർ പോകുന്നത്, അത് ശ്രദ്ധിച്ച് വെക്കേണ്ടതാണ്. 17-ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിലാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാറിപ്പോവും.
17-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഈ 1600 സംതിങ് ഒക്കെ ആവും. അത് ആ ഒരു കാലഘട്ടമാണ് 17-ാം നൂറ്റാണ്ട്. ഓക്കെ. ഇനി അതുപോലെ 13 കോളനികൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ന്യൂ ഹാംഷെയർ, രണ്ടാമത് ന്യൂയോർക്ക്, അടുത്തത് മസാച്യുസെറ്റ്സ്, കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ്, ന്യൂ ജേഴ്സി, പെൻസിൽവാനിയ, ഡെലവെയർ, മേരിലാൻഡ്, വെർജീനിയ, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ എന്നിവയായിരുന്നു ആ 3 കോളനികൾ. അപ്പോൾ കോളനികളുടെ പേരും പഠിച്ചു വെക്കണം. ഇത് SCERT കൊടുത്തിട്ടുണ്ട് കോളനികൾ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്തൊരു കുറച്ച് പോയിന്റ് ഉണ്ടാവും നോക്കാം. 1763 ഈ കോളനികളെല്ലാം തന്നെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം ഇംഗ്ലീഷുകാരായിരുന്നു. ബ്രിട്ടീഷ് കോമൺ സഭയുടെ മാതൃകയിൽ ഓരോ കോളനിയിലും ഓരോ നിയമസഭയുണ്ടാക്കി. മിക്ക കോളനികളിലെയും ഭരണത്തലവൻ ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ഗവർണറായിരുന്നു. അടുത്തത് തങ്ങളുടെ വ്യവസായ ആവശ്യങ്ങൾക്കായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം എന്നറിയപ്പെട്ടു. മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അപ്പോൾ ഇവിടെ പറയുന്നത് 1763 ഈ കോളനികളെല്ലാം തന്നെ ജനസംഖ്യയിൽ ഭൂരിഭാഗം പേരും ഇംഗ്ലീഷുകാരായിരുന്നു. അതുപോലെ തന്നെ ഇവർ സഭയുടെ മാതൃകയിൽ, അതായത് ബ്രിട്ടീഷ് കോമൺ സഭയുടെ മാതൃകയിൽ ഓരോ കോളനിയിലും നിയമസഭ ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടുത്തെ ഭരണത്തലവൻ ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ഗവർണറായിരുന്നു. അവൻ മനസ്സിലാക്കേണ്ടത് അവിടെ 13 കോളനികൾ സ്ഥാപിച്ചു. ആ 13 കോളനികളിലും നിയമസഭയുണ്ടാക്കി. അവിടെ തന്നെ ഒരു ഗവർണറെ അവർ നിയമിച്ചു. അങ്ങനെ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, ഈ അമേരിക്കൻ കോളനികളെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായിട്ടും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടൊക്കെയായിരുന്നു കണ്ടിരുന്നത്. അതുപോലെ തന്നെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം എന്നറിയപ്പെട്ടു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം എന്നറിയപ്പെട്ടു. അപ്പോൾ കച്ചവടക്കാരാലാണ് ഈ ഒരു വാണിജ്യ നയം നടപ്പിലാക്കപ്പെട്ടത്. തുടർന്ന് മറ്റു പല നിയമങ്ങളും ഇംഗ്ലീഷുകാർ അവിടെ ആ കോളനികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മെർക്കന്റിലിസത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ് മെർക്കന്റിലിസം എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അടുത്ത പോയിന്റ്, കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കണം. അടുത്തത്, കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അടുത്തത്, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അടുത്തത്, കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മെർക്കന്റിലിസം നിയമങ്ങളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇങ്ങനെയാണ്, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതുപോലെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ. അടുത്തത്, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. ഇനി കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ ഈ പറഞ്ഞ മെർക്കന്റിലിസം നിയമങ്ങൾ എന്താണെന്നുള്ള പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തത് നാവിക നിയമങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മെർക്കന്റിലിസം നിയമങ്ങൾ നടപ്പിലാക്കിയതിനെ തുടർന്ന് പിന്നീട് വേറെ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലൊന്നാണ് നാവിക നിയമങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓരോ നിയമങ്ങൾ പറയുമ്പോഴും ശ്രദ്ധിച്ച് വെക്കണം ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണുള്ളത്. അപ്പോൾ മെർക്കന്റിലിസം നിയമം അമേരിക്ക സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. നാവിക നിയമവും അമേരിക്ക സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഇനി വരാണ്ട് പഞ്ചസാര ആക്ട് വരാണ്ട്, സ്റ്റാമ്പ് ആക്ട് വരാനുണ്ട്,
അതുപോലെ വേറെ ചെറിയൊരു ആക്ട് കൂടി വരാണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാ ചരക്കുകളുടെയും കയറ്റുമതിയും ഇറക്കുമതിയും ഇംഗ്ലണ്ടിലോ അയർലൻഡിലോ കോളനിയിലോ നിർമ്മിച്ചതും ബ്രിട്ടീഷ് പ്രജകൾ മാത്രം നയിച്ചു കൊണ്ടുപോകുന്നതുമായ കപ്പലുകളിലായിരിക്കണം. അടുത്തത് പഞ്ചസാര, പുകയില, പരുത്തി, രോമം, അരി, നീലം എന്നിങ്ങനെ പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തിയ സാധനങ്ങൾ കോളനികൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് യൂറോപ്പിൽ നിന്ന് കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള സാധനങ്ങൾ ഇംഗ്ലണ്ടിൽ അടുപ്പിച്ച് അവിടെ ചുങ്കം കൊടുത്തതിനു ശേഷമേ കോളനികളിൽ എത്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നാവിക നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ എല്ലാ ചരക്കുകളുടെയും കയറ്റുമതിയും ഇറക്കുമതിയും ഇംഗ്ലണ്ടിലോ അയർലൻഡിലോ കോളനിയിലോ നിർമ്മിച്ചതും ബ്രിട്ടീഷ് പ്രജകൾ മാത്രം നയിച്ചു കൊണ്ടുപോകുന്നതുമായ കപ്പലുകളിലായിരിക്കണം. മനസ്സിലായിട്ടുണ്ടാവും. ഇനി പഞ്ചസാര, പുകയില, പരുത്തി, രോമം, അരി, നീലം എന്നിങ്ങനെ പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തിയ സാധനങ്ങൾ കോളനികൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. യൂറോപ്പിൽ നിന്ന് കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള സാധനങ്ങൾ ഇംഗ്ലണ്ടിൽ അടുപ്പിച്ച് അവിടെ ചുങ്കം കൊടുത്തതിന് ശേഷം മാത്രമേ കോളനികളിൽ എത്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റുകളാണ് നാവിക നിയമവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കുക. ഇനിയൊരു സപ്തവത്സര യുദ്ധം നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം, 1756 മുതൽ 64 വരെ. ഈ യുദ്ധം ബ്രിട്ടീഷിന് വമ്പിച്ച സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചു. അന്നത്തെ രാജാവ് ജോർജ് മൂന്നാമനും പ്രധാനമന്ത്രി ജോർജ് ഗ്രിനില്ലുമായിരുന്നു. ഈ സാമ്പത്തിക ബാധ്യത കോളനിക്ക് മേൽ ബ്രിട്ടൻ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബ്രിട്ടൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമമാണ് 1764 പഞ്ചസാര നിയമവും 1765 സ്റ്റാമ്പ് നിയമവും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ബ്രിട്ടീഷുകാരും ഫ്രാൻസും തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു, അതിനെയാണ് സപ്തവത്സര യുദ്ധം എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ ഒരു യുദ്ധത്തിൽ ബ്രിട്ടന് നല്ല രീതിയിലുള്ള തിരിച്ചടി കിട്ടുന്നുണ്ട്, അങ്ങനെ അവർക്ക് സാമ്പത്തിക ബാധ്യത വരികയാണ്. അപ്പോൾ ആ സാമ്പത്തിക ബാധ്യത നികത്താൻ വേണ്ടിയിട്ട് കോളനികളുടെ മേൽ എന്ത് ചെയ്യുന്നു, നികുതികൾ ചുമത്തുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ നികുതിയാണ് 1764 പഞ്ചസാര നിയമവും 1765 സ്റ്റാമ്പ് നിയമവും. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ പഞ്ചസാര നിയമം, അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാര മുതലായ ചരക്കുകളിൽ നികുതി ഈടാക്കുന്നതിനായിരുന്നു പഞ്ചസാര നിയമം. ഈ നിയമം കർശനമായി നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപടിയെടുത്തു. കള്ളക്കടത്ത് തടയാൻ പ്രധാന തുറമുഖങ്ങളിൽ ഉദ്യോഗസ്ഥരെ കാവൽ നിർത്തി. എന്നാൽ ഔദ്യോഗിക നിയന്ത്രണമില്ലാത്ത തുറമുഖങ്ങൾ കൂടി കള്ളക്കടത്തുകാർ അവരുടെ വ്യാപാരം തുറന്നു. അതിനെ നേരിടാൻ വീടുകളിലും കപ്പലുകളിലും പ്രവേശിച്ച് പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി. ഇത് കോളനിക്കാരുടെ ഇടയിൽ വലിയ അമർഷം ഉണ്ടാക്കി. അപ്പോൾ എന്താണ് പഞ്ചസാര നിയമം? അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാര മുതലായ ചരക്കുകളിൽ നികുതി ഈടാക്കുക, പഞ്ചസാരയുടെ മേൽ നികുതി ഈടാക്കുന്നതാണ് പഞ്ചസാര നിയമം. അത് 1764 ആ ഡേറ്റ് ഓർമ്മ വേണം. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു 1764 പഞ്ചസാര നിയമം പാസ്സാക്കി എന്നുള്ളത്. അപ്പോൾ വർഷം പ്രധാനമാണ്. 1764 പഞ്ചസാര നിയമം പാസ്സാക്കുന്നത്. ഇനി അടുത്ത സ്റ്റാമ്പ് നിയമമുണ്ട്, അതെന്താ നോക്കാം. സ്റ്റാമ്പ് നിയമമാണ് പത്രങ്ങൾ, ലഘുലേഖകൾ, രജിസ്റ്റർ ചെയ്യാനുള്ള ആധാരങ്ങൾ മുതലായവ റവന്യൂ സ്റ്റാമ്പോട് കൂടിയ കടലാസിലായിരിക്കണമെന്ന് 1765 സ്റ്റാമ്പ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് കോളനി നിവാസികളുടെ ഇടയിൽ പ്രതിഷേധത്തിന് കാരണമായി. സ്റ്റാമ്പ് നിയമം പത്രപ്രസിദ്ധീകരണക്കാർക്കും ലഘുലേഖക്കാർക്കും കച്ചവടക്കാർക്കും ബാങ്ക് നടത്തുന്നവർക്കും അഭിഭാഷകർക്കും പുതിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കി. അപ്പോൾ സ്റ്റാമ്പ് നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങൾ, ലഘുലേഖകൾ, രജിസ്റ്റർ ചെയ്യാനുള്ള ആധാരങ്ങൾ മുതലായവ റവന്യൂ സ്റ്റാമ്പോട് കൂടിയ കടലാസിലായിരിക്കണമെന്ന് 1765 സ്റ്റാമ്പ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തു. അപ്പോൾ 1765 ഈ സ്റ്റാമ്പ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. കോളനി നിവാസികളുടെ ഇടയിൽ പ്രതിഷേധത്തിന് ഇത് കാരണമായി. ഇനി സ്റ്റാമ്പ് നിയമം പത്രപ്രസിദ്ധീകരണക്കാർക്കും ലഘുലേഖക്കാർക്കും കച്ചവടക്കാർക്കും ബാങ്ക് നടത്തുന്നവർക്കും അഭിഭാഷകർക്കും ഒക്കെ എന്ത് ചെയ്തു, സാമ്പത്തിക ഭാരം ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് സ്റ്റാമ്പ് നിയമം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആ ഒരു വർഷം എന്തായാലും പഠിച്ചു വയ്ക്കുക. അങ്ങനെ ഇപ്പോൾ ഇംഗ്ലണ്ട് എന്ത് ചെയ്യുന്നു, ഈ കോളനികളുടെ മേലെ പല നിയമങ്ങളും അതുപോലെ ചുങ്കങ്ങളൊക്കെ ചുമത്താനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാതെ വരികയും അവർ അതിനെതിരെ പ്രതിഷേധിക്കാനൊക്കെ തുടങ്ങി. ഇനി അതേക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1765 ഒക്ടോബർ 9 കോളനിക്കാരുടെ പ്രതിനിധികൾ
ന്യൂയോർക്കിൽ സമ്മേളിച്ച് ഒരു അവകാശ പ്രഖ്യാപനം നടത്തി. കോളനികൾ സംഘടിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും തുടങ്ങിയതിൻ്റെ ലക്ഷണമായിരുന്നു ന്യൂയോർക്ക് സമ്മേളനം. സാമുവൽ ആഡംസ്, പാട്രിക് ഹെൻറി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം പുരോഗമിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ് 1766 സ്റ്റാമ്പ് നിയമം റദ്ദു ചെയ്തു. അടുത്തത് പട്ടാളക്കാർക്ക് അമേരിക്കൻ പട്ടണങ്ങളിൽ ബലം പ്രയോഗിച്ച് താമസിക്കുവാൻ നിയമാനുവാദം നൽകുന്ന ക്വാർട്ടറിംഗ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കുകയുണ്ടായി. അടുത്തത് 1767 ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൻഡ് ഏതാനും നിയമങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. കണ്ണാടി, ഈയം, ചായം, കടലാസ്, തേയില എന്നീ സാധനങ്ങളിൽ ഇറക്കുമതി ചുങ്കം ചുമത്തുകയായിരുന്നു ഈ നിയമങ്ങൾ. ബോസ്റ്റണിലെ നിവാസികളും പട്ടാളക്കാരും തമ്മിലുണ്ടായ സംഘടനമാണ് ബോസ്റ്റൺ കൂട്ടുകൊല. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കൂടുതൽ നിയമങ്ങളും അതുപോലെ നികുതികളൊക്കെ ചുമത്താൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ആളുകൾ പ്രതിഷേധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ തുടക്കം വരുന്നത് 1765 ഒക്ടോബർ 9 എന്ത് ചെയ്യുന്നു, കോളനിക്കാരുടെ പ്രതിനിധികൾ ന്യൂയോർക്കിൽ സമ്മേളിച്ച് ഒരു അവകാശ പ്രഖ്യാപനം നടത്തി. അപ്പോൾ 1765 ഒക്ടോബർ 9 ന്യൂയോർക്കിൽ വെച്ചിട്ട് അവിടുത്തെ ആളുകൾ അവകാശ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു അവകാശ പ്രഖ്യാപനം തുടങ്ങുന്നതോട് കൂടിയിട്ട് അവിടുത്തെ ആളുകൾ സംഘടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ സാമുവൽ ആദംസ്, പാട്രിക് ഹെൻറി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പ്രക്ഷോഭം പുരോഗമിച്ചു. ഓക്കെ, ഈ ഒരു പോയിന്റ് നോക്കി വെക്കണം. സാമുവൽ ആഡംസ്, പാട്രിക് ഹെൻറി ഇവരുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം പുരോഗമിച്ചത്. അങ്ങനെ നേരത്തെ ഉണ്ടാക്കിയ, അതായത് 1765 ഉണ്ടാക്കിയ ആ ഒരു സ്റ്റാമ്പ് നിയമം 1766 ആയപ്പോഴേക്കും റദ്ദ് ചെയ്തു. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് 1766 സ്റ്റാമ്പ് നിയമം റദ്ദ് ചെയ്യുന്നത്. അതുമാത്രമല്ല, പിന്നീട് വേറൊരു നിയമം പാസ്സാക്കുന്നുണ്ട്. പട്ടാളക്കാർക്ക് അമേരിക്കൻ പട്ടണത്തിൽ ബലം പ്രയോഗിച്ച് താമസിക്കുവാൻ നിയമാനുവാദം നൽകുന്ന ക്വാർട്ടറിംഗ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ ക്വാർട്ടറിംഗ് നിയമം എന്താണ്, സ്റ്റാമ്പ് നിയമം എന്താണ്, പഞ്ചസാര നിയമം എന്താണ്, മെർക്കൻറ്റൈൽസ് നിയമം എന്താണ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ്. കുറേ ഈ ഓപ്ഷൻസിനകത്ത് സ്റ്റാമ്പ് നിയമം, പഞ്ചസാര നിയമം, അതുപോലെ ക്വാർട്ടറിംഗ് നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മളത് തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വയ്ക്കുക. ക്വാർട്ടറിംഗ് നിയമമുണ്ട്, അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളക്കാർക്ക് അമേരിക്കൻ പട്ടണങ്ങളിൽ ബലം പ്രയോഗിച്ച് താമസിക്കുവാനുള്ള നിയമാനുവാദം നൽകുന്ന ഒരു നിയമമാണ്. അത് മനസ്സിലാക്കുക. ഇനി 1767 ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തി, അതാണ് ഏതാനും നിയമങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. കണ്ണാടി, ഈയം, ചായം, കടലാസ്, തേയില എന്നീ സാധനങ്ങളിൽ ഇറക്കുമതി ചുങ്കം ചുമത്തുന്നതായിരുന്നു ഈ നിയമങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ടതാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ചാൾസ് ടൗൺഷെൻഡ് ഇറക്കുമതി ചുങ്കം, അമേരിക്കൻ ഇറക്കുമതി ചുങ്കം പാസ്സാക്കിയെന്നുള്ളത്. അത് ഇതാണ് ഈ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു വെക്കണം. 1767 ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൻഡ് ഏതാനും നിയമങ്ങൾ പാസ്സാക്കി. അതായത് ഈയം, കണ്ണാടി, ചായം, കടലാസ്, തേയില എന്നീ സാധനങ്ങൾ ഇറക്കുമതി ചുങ്കം ചുമത്തുകയായിരുന്നു ആ ഒരു നിയമങ്ങൾ. ഇനി അതുപോലെ തന്നെ ബോസ്റ്റണിലെ നിവാസികളും പട്ടാളക്കാരും തമ്മിലുണ്ടായ സംഘടനമാണ് ബോസ്റ്റൺ കൂട്ടക്കൊല. 1770 നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് മുന്നേ നടന്നൊരു സംഭവമാണ് ബോസ്റ്റൺ കൂട്ടക്കൊല. അപ്പോൾ ഇവിടെ ഈ ഒരു പട്ടാളക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ടൊരു നിയമം ഉണ്ടായി, ക്വാർട്ടറിംഗ് നിയമം. ഈ നിയമത്തെ തുടർന്നുണ്ടായ സംഘടനമാണ് ഈ ഒരു ബോസ്റ്റൺ കൂട്ടക്കൊല എന്നറിയുന്നത്. ഓക്കെ, അപ്പോൾ ബോസ്റ്റണിലെ നിവാസികളും പട്ടാളക്കാരും തമ്മിലുണ്ടായ സംഘടനമാണ് ബോസ്റ്റൺ കൂട്ടക്കൊല. അത് 1770 അതിനുശേഷം ബോസ്റ്റൺ ടീ പാർട്ടി വേറെ ഉണ്ട്, അത് നമുക്ക് പറയാം. ഇനി നമുക്ക് ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന് നോക്കാം. ഇവിടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് കോളനികളുടെ മേൽ നികുതി ചുമത്താൻ അധികാരമില്ലെന്ന നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിന്നു. ഇതിനനുസരിച്ച് അമേരിക്കൻ ഇറക്കുമതി ചെയ്ത തേയില വാങ്ങാൻ അവർ വിസമ്മതിച്ചു. അടുത്തത് 1773 ഡിസംബർ 16 ബോസ്റ്റൺ പൗരന്മാർ ബോസ്റ്റൺ തുറമുഖത്തിൽ നങ്കൂരമിട്ട ഒരു ബ്രിട്ടീഷ് തേയിലക്കപ്പലിൽ അമേരിക്കൻ ഇന്ത്യക്കാരുടെ വേഷത്തിൽ കയറി ചെന്ന് തേയില നിറച്ച 342 പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം അമേരിക്കൻ വിപ്ലവത്തിൻ്റെ നാന്ദി കുറിച്ചു. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ഇവിടെ പറഞ്ഞത്. ജസ്റ്റ് ശ്രദ്ധിക്കുക. ബ്രിട്ടീഷ് പാർലമെൻറ്റിന് കോളനികളുടെ മേൽ നികുതി ചുമത്താൻ അധികാരമില്ലെന്ന നിലപാടിൽ തന്നെ
കോളനിയിലെ നിവാസികൾ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു. ഇതനുസരിച്ച് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്ത തേയില വാങ്ങാൻ ഈ കോളനിക്കാർ തയ്യാറായില്ല. അത് 1773 ഡിസംബർ 16 ഈ ഒരു ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഒരു വർഷമൊക്കെ പഠിച്ചു വെക്കണം. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമമുണ്ട്, പഞ്ചസാര നിയമം, അത് 1764. പിന്നെ പറഞ്ഞ സ്റ്റാമ്പ് നിയമം 1765. പിന്നെ 1770 ബോസ്റ്റൺ കൂട്ടുകൊലയുണ്ട്. അതിനുശേഷമാണ് 1773 ഡിസംബർ 16 അതിന് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത്. ഈ ഒരു ബോസ്റ്റൺ ടീ പാർട്ടിയോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? അമേരിക്കൻ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 342 പെട്ടി തേയിലകളാണ് കടലിലേക്ക് വലിച്ചെറിഞ്ഞ്. ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം. 342 പെട്ടികളാണ് കടലിലേക്ക് വലിച്ചെറിഞ്ഞ്. അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു സംഭവമാണ്, ഒരു സമ്മേളനമാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. അമേരിക്കൻ രാജ്യസ്നേഹികൾ 1774 സെപ്റ്റംബർ 5 ഫിലാഡൽഫിയയിൽ വെച്ച് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വിളിച്ചുകൂട്ടി. ഇതിൽ ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളുടെയും പ്രതിനിധികൾ സംബന്ധിച്ചിരുന്നു. ഈ സമ്മേളനം അമേരിക്കയിലേക്കുള്ള ബ്രിട്ടീഷ് ഇറക്കുമതികൾ അവസാനിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കുകയും ബ്രിട്ടീഷ് രാജാവിന് ഹർജി അയക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒട്ടും വഴങ്ങിയില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് 1774 സെപ്റ്റംബർ 5 ചേർന്നത്. അപ്പോൾ വർഷം ഓർമ്മ വേണം, ഡേറ്റ് ഓർമ്മ വേണം. 1774 സെപ്റ്റംബർ 5 ഫിലാഡൽഫിയയിൽ വെച്ചാണ് ചേർന്നത്. അപ്പോൾ ആ വർഷം അതുപോലെ തന്നെ ആ ഒരു സ്ഥലം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1774 സെപ്റ്റംബർ 5 ഫിലാഡൽഫിയയിൽ വെച്ച ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വിളിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഈ ഒരു സമ്മേളനത്തിൽ ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളുടെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സമ്മേളനത്തിനാണ് അമേരിക്കയിലേക്കുള്ള ബ്രിട്ടീഷ് ഇറക്കുമതികൾ അവസാനിപ്പിക്കണമെന്ന പ്രമേയം പാസ്സാക്കുന്നതും അങ്ങനെ രാജാവിനൊരു ഹർജിയൊക്കെ നൽകുന്നതും ഈ ഒരു സമ്മേളനത്തിലാണ്. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒട്ടും ഇതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതിനുശേഷമാണ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വരുന്നുണ്ട്. അതിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. 1775 മെയ് 10 രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളിച്ചു. ഇതിൽ എല്ലാ കോളനികളുടെയും പ്രതിനിധികൾ സംബന്ധിച്ചിരുന്നു. ഈ സമ്മേളനം അമേരിക്കൻ സൈന്യങ്ങളുടെ സേനാ നായകനായി ജോർജ് വാഷിങ്ടനെ നിയമിച്ചു. ഈ സമയം തോമസ് പെയിനിൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4 തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ഒരു കമ്മിറ്റി ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപന വിളംബരം തയ്യാറാക്കി. അത് കോൺഗ്രസ് അംഗീകരിച്ചു. ഈ പത്രികയുടെ ശില്പി തോമസ് ജെഫേഴ്സൺ ആയിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ്. നമ്മൾ നേരത്തെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് പറഞ്ഞു, അവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് 1774 നടക്കുന്നത്. ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. മാത്രമല്ല ജോർജിയ ഒഴികെയുള്ള കോളനികളായിരുന്നു ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നത്, ജോർജിയ ഒഴികെയുള്ള. പക്ഷേ രണ്ടാമത്തേക്ക് വരുമ്പോൾ എല്ലാ കോളനികളും അതിലുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ഇപ്പോൾ ഈ പറയുന്ന പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇതും താരതമ്യം ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ 1775 മെയ് 10 രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളിച്ചു. അതും ഫിലാഡൽഫിയ വെച്ചിട്ട് തന്നെയാണ്. ഇതിൽ എല്ലാ കോളനികളുടെയും പ്രതിനിധികൾ സംബന്ധിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വർഷം നോക്കണം. 1775 മെയ് 10, മറ്റേത് 1774. ഇനി ഈ സമ്മേളനം അമേരിക്കൻ സൈന്യങ്ങളുടെ സേനാ നായകനായി ജോർജ് വാഷിങ്ടനെ നിയമിച്ചു. അപ്പോൾ രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് സേനാനായകനായിട്ട്, അമേരിക്കൻ സൈന്യത്തിൻ്റെ സേനാനായകനായിട്ട് ജോർജ് വാഷിങ്ടനെ നിയമിക്കുന്നത്. ഇനി ഈ സമയം തോമസ് പെയിനിൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുന്നതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ 1776 ജൂലൈ 4 തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി സ്വാതന്ത്ര്യ പ്രഖ്യാപന വിളംബരം തയ്യാറാക്കി. അത് കോൺഗ്രസ് അംഗീകരിച്ചു.
അപ്പോൾ എന്നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപന വിളംബരം തയ്യാറാക്കുന്നത്? 1776 ജൂലൈ 4-നാണ്. വർഷം പ്രധാനമാണ്. 1776 ജൂലൈ 4-നാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യ പ്രഖ്യാപന വിളംബരം തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ശില്പി എന്ന് പറയുന്നത് തോമസ് ജെഫേഴ്സൺ ആണ്. പക്ഷെ നമ്മൾ രണ്ട് പേരും പഠിച്ചു വെക്കണം, തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തോമസ് പെയിനിൻ്റെ ലഘുലേഖയാണ് കോമൺ സെൻസ്. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളുക. ഈ 1775 മെയ് 10, 1776 ജൂലൈ 4, പിന്നെ നമ്മൾ ഒന്നാം കോണ്ടിനെൻ്റ് കോൺഗ്രസ് പറഞ്ഞു 1774, പിന്നെ കുറച്ച് നിയമങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്താണെന്നുള്ളത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ജസ്റ്റ് വായിക്കാം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സ്രഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്നവയാണവ. ഈ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുള്ളവയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപന വിളംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദ്ധരണികളുണ്ട്, അതെന്തൊക്കെയെന്ന് നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടിസ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല, ജോൺ ലോക്ക്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, തോമസ് പെയിൻ. ഒന്നുകിൽ സ്വാതന്ത്ര്യം തരിക അല്ലെങ്കിൽ മരണം തരിക, പാട്രിക് ഹെൻറി. അപ്പോൾ ഈ പറഞ്ഞ ഉദ്ധരണികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അത് ജെയിംസ് ഓട്ടിസിൻ്റെയാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടിസ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല, ജോൺ ലോക്ക്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. അടുത്തത്, ഏതെങ്കിലും വിദേശിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, അത് പറഞ്ഞത് തോമസ് പെയിനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയതും ഈ ഒരു തോമസ് പെയിനാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നു ഏതെങ്കിലും വിദേശിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, അതും തോമസ് പെയിനാണ്. ഓക്കെ, ഇനി ഒന്നുകിൽ സ്വാതന്ത്ര്യം തരിക അല്ലെങ്കിൽ മരണം തരിക. ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അപ്പോൾ ശ്രദ്ധിച്ച് വയ്ക്കുക. ഒന്നുകിൽ സ്വാതന്ത്ര്യം തരിക അല്ലെങ്കിൽ മരണം തരിക. ഇത് പാട്രിക് ഹെൻറി പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ ഈ ഒരു പേര് കേട്ടിട്ടുണ്ടായിരിക്കും, പാട്രിക് ഹെൻറി. ആദ്യത്തെ ഒരു ന്യൂയോർക്ക് സമ്മേളനം ഉണ്ടായിരുന്നു, ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുള്ള ഒരാളാണ് പാട്രിക് ഹെൻറി. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതൊരു യുദ്ധത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. 1776 ജൂൺ 15 ബോസ്റ്റൺ നഗരത്തിന് സമീപത്ത് ബങ്കർ ഹിൽ എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് സൈന്യവും കോളനിക്കാരുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. വാഷിങ്ടൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യവും മാർക്യൂസ് ദെ ലാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യവും ഫ്രഞ്ചു നാവികസേനയും കൂടി ബ്രിട്ടീഷ് സേനാ നായകനായ കോൺവാലിസ് പ്രഭുവിനെ വെർജീനിയയിലെ യോർക്ക് ടൗണിൽ വെച്ച് എല്ലാ വശങ്ങളിൽ നിന്നും വളഞ്ഞു. അടുത്ത പോയിന്റ്, 1881 ഒക്ടോബർ 19 7000 പട്ടാളക്കാരോടുകൂടി കോൺവാലിസ് കീഴടങ്ങി. അതോടുകൂടി ബ്രിട്ടനും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത് യുദ്ധം തുടങ്ങുന്ന കാര്യമാണ്. 1776 ജൂൺ 15 എന്ത് ചെയ്യുന്നു? ബോസ്റ്റൺ നഗരത്തിന് സമീപം ബങ്കർ ഹിൽ എന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് ബ്രിട്ടീഷ് സൈന്യവും കോളനി സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അങ്ങനെ ഈ ഒരു കോളനി സൈന്യത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഫ്രഞ്ച് നാവികസേനയും അതുപോലെ ഫ്രഞ്ച് സൈന്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചിരുന്നത് കോൺവാലിസ് പ്രഭുവായിരുന്നു. അങ്ങനെ കോൺവാലിസ് പ്രഭുവിനെയാണ് ഈ വാഷിങ്ടൺ എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, അമേരിക്കൻ സൈന്യത്തെ നയിച്ചത് വാഷിങ്ടൺ ആയിരുന്നെങ്കിൽ, ജോർജ് വാഷിങ്ടൺ ആയിരുന്നെങ്കിൽ ഇവിടെ ബ്രിട്ടൻ്റെ സൈന്യത്തെ നയിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. ഓക്കെ, അങ്ങനെ 1781 ഒക്ടോബർ 19 കോൺവാലിസ് കീഴടങ്ങുന്നത്. 1781 ഒക്ടോബർ 19 കോൺവാലിസ് കീഴടങ്ങുന്നത്. അപ്പോൾ ആ പോയിൻ്റൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ യുദ്ധം അവസാനിക്കുന്നു. ഏതൊരു യുദ്ധം അവസാനിച്ചാലും അവിടെ എന്തുണ്ടാവുന്നു? ഒരു ഉടമ്പടി ഉണ്ടായിരിക്കും. ഇനി അതിനെ പറ്റിയാണ് പറയുന്നത്. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു.
തുടർന്ന് 1789 ഫിലാഡൽഫിയയിൽ വെച്ച് ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ യുദ്ധമൊക്കെ അവസാനിക്കുന്നു. യുദ്ധം അവസാനിച്ചിട്ട് 1783 പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ട് ആ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. ഇവിടെ പാരീസ് ഉടമ്പടി 1783. പിന്നീട് 1789 എന്ത് ചെയ്യുന്നു, ഫിലാഡൽഫിയയിൽ വെച്ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഒരു ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1789 ഫിലാഡൽഫിയ വെച്ച് ഭരണഘടനാ സമ്മേളനം കൂടുന്നത്. ആ ഒരു സമ്മേളനത്തിൽ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് ഭരണഘടന തയ്യാറാക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് മാഡിസൺ ആണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, വിട്ടുകളയരുത്. അതുപോലെ ഈ വർഷം ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന വർഷമാണ് 1789. അതേ വർഷം തന്നെയാണ് ഈ ഭരണഘടനാ സമ്മേളനവും അമേരിക്കയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊള്ളുന്നത്. അങ്ങനെ പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അമേരിക്കയുടെ ആദ്യ പ്രസിഡൻ്റാണ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കൻ സൈന്യത്തെ നയിച്ചിരുന്നത് ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. ആദ്യ പ്രസിഡൻറ്റും ജോൺ വാഷിങ്ടൺ ആയിരുന്നു. അപ്പോൾ പറഞ്ഞ വർഷങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ആ പറഞ്ഞ നിയമങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അങ്ങനെ ഈ ഒരു സമരം ലോക ചരിത്രത്തിലൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു പ്രചോദനമൊക്കെ ആയിട്ടുള്ള സമരമാണ് ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം. പിൽക്കാല ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. അപ്പോൾ എന്തൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായത്? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും ഉണ്ടാക്കി. അതായത് പിന്നീട് അതിന് ശേഷം ഉണ്ടായിരുന്ന, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായി വന്ന മറ്റ് സമരങ്ങൾക്കൊക്കെ ഇത് പ്രചോദനമായി. ഇനി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതും ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇനി ആദ്യം എഴുതപ്പെട്ട ഭരണഘടനയും അമേരിക്കയുടെ ഭരണഘടനയാണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ്. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. അപ്പോൾ ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകുന്നതും ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചും നന്നായി പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്